അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഒരു ഒളിച്ചുകളി നടത്തരുത്, മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പറയണം എന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുകയാണ്. ഒപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഈ ആചാരങ്ങൾ ലംഘിക്കാൻ, ആചാരങ്ങളിൽ കൈകടത്തരുത് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്. അന്നും ഇന്നും എന്നും ഭക്തർക്കൊപ്പം നിലകൊണ്ടിട്ടുള്ളത് ആരാണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. എന്താണ് സുപ്രീം കോടതിയിൽ സംഭവിക്കാൻ പോകുന്നത്? അതുപോലെ സർക്കാർ ഈ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മാറാൻ കഴിയുമോ സർക്കാരിന് ഇന്നത്തെ സാഹചര്യത്തിൽ? നോക്കൂ, ഇത് ഈ സർക്കാർ ഏതെങ്കിലും ഒരു വസ്തുവിനൊരു നികുതി ഏർപ്പെടുത്തുക, എന്ന് നാട്ടുകാർ സമരം ചെയ്താൽ നികുതി പിൻവലിക്കുക, അല്ലെങ്കിൽ അത് തിരുത്തുക, കുറയ്ക്കുക, ഇതുപോലെ അല്ലല്ലോ കോടതിയിലെടുക്കുന്ന നിലപാട്. നോക്കൂ, ഇവിടെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഈ കേസിൽ ഹർജിക്കാർക്കും മറ്റും ഹാജരാവുന്ന ഒരു മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനുമായി ഞാൻ കുറച്ചു നേരം ഇതുമായി സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു സാങ്കേതിക വിഷയം, ഈ കേസ് ആദ്യമായി വന്നപ്പോൾ അന്നത്തെ കേരള ഗവൺമെൻറ്, ഞാൻ മനസ്സിലാക്കുന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്, അവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാട്, ദേവസ്വം ബോർഡിൻ്റെ നിലപാട് അവിടെ ബോധിപ്പിച്ചു. ആ നിലപാട് ബോധിപ്പിച്ചു. അവർ പറഞ്ഞത് ഈ ആചാര ലംഘനം അനുവദിക്കാൻ പറ്റില്ല, അത് ഭരണഘടനാ വിരുദ്ധമൊന്നുമല്ല, കാരണം മൊത്തം സ്ത്രീകളെ തടയുന്നില്ല, ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ള സ്ത്രീകൾ മാത്രമേ അവിടെ, അതിന് കാരണമുണ്ട്, കാരണം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, ഇതൊക്കെയാണ് പറഞ്ഞത്. 2016 ഉമ്മൻചാണ്ടി സർക്കാർ പരാജയപ്പെട്ടപ്പോൾ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു. അവർ ചാടിക്കേറി അവിടെ പോയി ആ സത്യവാങ്മൂലം പിൻവലിച്ചു. അതല്ല കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാട്, സ്ത്രീകൾ കയറിക്കോട്ടെ, യൗവനയുക്തയായ സ്ത്രീകൾ കയറിക്കോട്ടെ, ഭരണഘടന പറയുന്ന തുല്യത അവകാശമുണ്ട്, ആനയാണ് കുതിരയാണ് എന്നൊക്കെ പറഞ്ഞ് ആ അഫിഡവിറ്റ് തിരുത്തി കൊടുത്തു. ഇതാണ് പുതിയ നിലപാടെന്ന് പറഞ്ഞു. അതിനുശേഷം ആ കേസിൽ അത്തരത്തിലുള്ളൊരു നിലപാടിന് അനുകൂലമായ വിധി വന്നു. അതായത് ഹർജിക്കാരെന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുകൂലമായ നിലപാട് കേരള സർക്കാർ ദേവസ്വം ബോർഡ് എടുത്തതിന് ശേഷം അവർക്ക് അനുകൂലമായൊരു വിധി വന്നു, കേസിൽ വിധി വന്നു. ഇപ്പോൾ അവിടെ നിൽക്കുന്നത് പുനഃപരിശോധനാ ഹർജികളാണ്. ആര് കൊടുത്തത്? ആ കേസിൽ തോറ്റ കക്ഷികളും ആ കേസിൽ പുതിയതായി കക്ഷി ചേർന്ന കക്ഷികളും, അങ്ങനെ പലരും ചേർന്ന് കൊടുത്ത ഈ വിധി തെറ്റാണ്, ഇത് ഭരണഘടനയുടെ 25, 26 വകുപ്പുകൾ പ്രകാരം നിലനിൽക്കില്ല. പഴയ ആ കർണാടക കേസുണ്ടല്ലോ, ആ കേസിൽ 7 അംഗ ബെഞ്ചിന്റെ വിധിയുണ്ട്. ഇത് 5 അംഗ ബെഞ്ചിന്റെ വിധിക്ക് 7 അംഗ ബെഞ്ചിന്റെ വിധി മറികടക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് പുനഃപരിശോധന ഹർജി കൊടുത്തിരിക്കുകയാണ്. ആ പുനഃപരിശോധന ഹർജിയിൽ എങ്ങനെ കേരള ഗവൺമെൻറ് നിലപാട് മാറ്റും? അതെങ്ങനെയാണ് മാറ്റുകയെന്ന്, നിങ്ങൾ ഒരു കേസിൽ ഒരു നിലപാടെടുത്തു, പിന്നീട് നിങ്ങൾ തിരുത്തി, എന്നിട്ട് പുതിയ നിലപാടെടുത്തു, നിങ്ങൾ ആ കേസിൽ ജയിച്ചു, നിങ്ങൾക്ക് അനുകൂലമായി വിധി വന്നു. ഇപ്പോൾ കേസിൽ തോറ്റവരും ആ വിധിയിൽ എതിർപ്പുള്ളവരും കോടതിയിൽ പുനഃപരിശോധന ഹർജി കൊടുക്കുമ്പോൾ കേസിൽ ജയിച്ച നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ നിലപാട് മാറ്റും? പ്രധാനപ്പെട്ട വിധിയിൽ നിങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് അവിടെ വിധിയായി കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ പുനഃപരിശോധന ഹർജി കൊടുക്കണം. അത് കൊടുക്കാൻ പറ്റുമോ? ജയിച്ച കക്ഷി പുനഃപരിശോധന ഹർജി കൊടുക്കുക, ഞാൻ ജയിച്ചത് തെറ്റാണ്, അതുകൊണ്ട് എന്നെ തോൽപ്പിക്കണം പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഇതൊരു സാങ്കേതിക വിഷയമാണ്, ഇതിലൊരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട്. ഇതിലൊരു കോടതിയെ നിങ്ങൾക്ക് മോക്കറിയാക്കാൻ പറ്റില്ല, തമാശയാക്കാൻ പറ്റില്ല. ജുഡീഷ്യറിയെ, സുപ്രീം കോടതിയാ. നിങ്ങളൊരു നിലപാടൊരു കോടതിയിലെടുത്ത് അഫിഡവിറ്റ് ഫയൽ ചെയ്ത് അതിനനുകൂലമായ ഒരു വിധി സമ്പാദിച്ചതിന് ശേഷം ആ വിധിയെ എതിർക്കുന്ന ആളുകൾ ആ വിധി തെറ്റാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ശരി, അത് തെറ്റാട്ടോ, അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് വലിയ സാങ്കേതിക പ്രശ്നമാണ്. അത് ഇംപ്രോപ്പറൈറ്റി പറഞ്ഞൊരു സാധനമുണ്ട് കോടതിയിൽ. എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ കോടതി. നിങ്ങൾ ഒരിക്കൽ കേരള ഗവൺമെൻറ് നിലപാട് തിരുത്തി, രാഷ്ട്രീയ മാറിയപ്പോൾ സർക്കാർ മാറി, ഓക്കെ, അത് സാരല്ല, അപ്പം വിധി വന്നിട്ടില്ല, നിങ്ങൾക്ക് മാറ്റാം. ഇത് വിധി വന്നു കഴിഞ്ഞിട്ട് ജയിച്ചതിന് ശേഷം നിങ്ങൾ എങ്ങനെയാ ഞങ്ങൾ ജയിച്ചത് തെറ്റാണ്, ഞങ്ങൾ ജയിപ്പിച്ചും കൊണ്ട് കോടതി പാസ്സാക്കിയ വിധി തെറ്റാന്ന്, അല്ലെങ്കിൽ നിങ്ങൾ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റുമോ? വേറൊരാൾ ഫയൽ ചെയ്ത പെറ്റീഷനിൽ ഇനി ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ പറ്റുമോ? ഇനി അഫിഡവിറ്റ് കൊടുക്കാൻ പറ്റില്ല. എങ്ങനെ അഫിഡവിറ്റ് കൊടുക്കുക? അങ്ങനെ അത് സാധ്യമല്ല. അതിന് ഇംപ്രോപ്പറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് എന്തും എപ്പോഴും വിളിച്ച് പറയാവുന്ന സ്ഥലമല്ലല്ലോ കോടതി, അല്ലല്ലോ. ഇത് നാട്ടിൽ നമ്മൾ മൈക്ക് കെട്ടി പൊതുയോഗം നടത്തുന്ന പരിപാടിയല്ലല്ലോ. എന്തും എപ്പോഴും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലല്ലോ കോടതി. അത് മനസ്സിലാക്കണം.
ഇത് ബൂർഷ്വാ കോടതിയാണ്, അവിടെ എന്തും നടക്കുന്നതിനുള്ള ധാരണ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. നല്ല നമസ്കാരം. നിൽക്കട്ടെ. ഇനി പമ്പാ സംഗമം, 1990 പമ്പാ സംഗമത്തിൽ പങ്കെടുത്ത ആളുകളുമായി ഞാൻ സംസാരിച്ചു. അതൊരു ആധ്യാത്മിക ഭക്തി സാന്ദ്രമായ പരിപാടിയായിരുന്നു. അവിടെ പ്രഭാഷണങ്ങൾ നടന്നു, പ്രസംഗങ്ങൾ നടന്നു, അവിടെ ശരണംവിളി നടന്നു, അവിടെ മറ്റു കാര്യങ്ങൾ നടന്നു, പമ്പയിൽ ചിരാതുകൾ ഒഴുക്കി, അവിടെ സദ്യ കൊണ്ട് പിരിഞ്ഞു. അങ്ങനെയാണ് ഇപ്പം നടന്നത്. 74 ലക്ഷം രൂപയുടെ സമ്മാനം 4000 ആൾക്ക്. അവിടെ 623 ആളാണ് ലൈറ്റ് ആൻഡ് സൗണ്ടുകാരനും മൈക്ക് സെറ്റുകാരനും ഉൾപ്പെടെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത്. പോലീസുകാരും ദേവസ്വം ബോർഡ് ജീവനക്കാരും ഉൾപ്പെടെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത് 623 ആളാണ്. രാവിലെ 4000, ഉച്ചയ്ക്ക് 4000, രാത്രി 4000. ഏത് 4000? അവർക്കൊക്കെ കിറ്റ്, ഒരു യൂണിറ്റ് അരവണ, ഒരു യൂണിറ്റ് അപ്പം, വിഭൂതി, അതിനെല്ലാം കൂടി 74 ലക്ഷം. താജ് കുമരകം, പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പണ്ട് താമസിച്ച താജ് കുമരകത്തിൽ 3,39,840 രൂപയാണ് അഡ്വാൻസ് പേയ്മെന്റ്. 3,39,840 അഡ്വാൻസ് പേയ്മെന്റ്. ടാക്സി വിളിച്ച വകയിൽ 10,17,000. 5 സ്റ്റാർ സംഗമമല്ലേ? പൈസ പൊടിച്ചതല്ലേ? പൊടിച്ചതല്ലേ പൈസ? ദേവസ്വം ബോർഡിന്റെ പൈസ എടുക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 കോടി റുപ്യ കെട്ടാനുണ്ട്. ആകെ 4 കോടി രൂപയാണ് സ്പോൺസർഷിപ്പ്. അതുകൊണ്ട് ഈ കടം തീരൂല. എല്ലാ കണക്കും വെച്ച് നോക്കുമ്പോൾ അവസാനത്തെ കണക്ക് ഏറ്റവും ചെറിയ കണക്ക്. പലരും പല കണക്കാ പറഞ്ഞത്. ജയകുമാർ ഒരു കണക്കാ പറഞ്ഞത്, ഓഡിറ്റർ ഒരു കണക്കാ പറഞ്ഞത്. ഏതായാലും 6.55 ഏറ്റവും ചുരുങ്ങിയ കണക്ക്. അപ്പൊ ഈ 4 കോടി കൊണ്ട് ഒക്കുവോ? ഇതൊരു 5 സ്റ്റാർ സംഗമം, അടിച്ചു പൊളിച്ചതാ. 4 കോടി ആർമാദിക്കുക, അതാണ് സംഭവം. അതല്ലല്ലോ അന്ന് നടന്നത്. അന്ന് നടന്ന ഊരാളുങ്കലിനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറിയാ. ഊരാളുങ്കലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലോട്ടറി. അപ്പോൾ ഇതല്ല അന്ന് നടന്ന. അന്ന് അതിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെ മരിച്ചു തീർന്നു പോയിട്ടൊന്നുമില്ല. അവരൊക്കെ ഇപ്പോഴും ജീവനോടുണ്ട്. ഞാൻ അവരുമായി സംസാരിച്ചു. അന്നത്തേത് ഒരു ഭക്ത ജനസംഗമമായിരുന്നു. ഇപ്പൊ പന്തളത്ത് നടന്നില്ലേ ഈ സംഗമം നടന്നതിന് ശേഷം, അതുപോലത്തെ ഒരു സംഗമമായിരുന്നു അന്ന്. അതായിരുന്നു നടന്നത്. ഇന്ന് നടന്നത് അതല്ല. 5 സ്റ്റാർ ആർമാദിക്കലാണ് നടന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ ദയവ് ചെയ്ത് കമ്പയർ ചെയ്യരുത്, ദയവ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് പ്രശ്നം. ഇതിനിങ്ങനെ കുറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പറയാൻ പറ്റില്ലല്ലോ. കോടതി ഉന്നയിക്കുക, ചൊവ്വാഴ്ച ഒരു വാദം. ഞാൻ അങ്ങിലേക്ക് വരാം. ഒന്ന്, അങ്ങ് ഉയർത്തിയ പ്രശ്നങ്ങളിൽ എം ജയചന്ദ്രന്റെ ഒരു നിലപാട് അറിയേണ്ടതുണ്ട്. ശ്രീ എം ജയചന്ദ്രൻ, ചില കോടതിയിൽ ഉണ്ടാകാൻ പോകുന്ന ചില കാര്യങ്ങളാണ് VP ശ്രീപത്മനാഭൻ ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ തന്നെ അങ്ങ് ഉയർത്തിയ പമ്പാ സംഘം, ഇത് രണ്ടും തമ്മിൽ ഒരു കമ്പാരിസൺ കൂടി നടക്കുകയുണ്ടായി. ആദ്യം നമുക്ക് കോടതിയിലേക്കൊന്ന് വന്നാൽ, ഇങ്ങനെ ഇനി പുനഃപരിശോധന ഈ സത്യവാങ്മൂലം തിരുത്തി അത്തരത്തിലൊരു നിലപാടിലേക്കൊന്നും എത്താൻ കഴിയില്ല എന്നാണ് നിയമജ്ഞൻ കൂടിയായ VP ശ്രീപത്മനാഭൻ പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ നമ്മള് ഇങ്ങനൊക്കെ പറയുമല്ലോ ഇവരെ പോലുള്ളവർ എന്ന് അന്തം വിട്ടിരിക്കുകയല്ലാതെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഞാൻ താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായി എന്റെ ചർച്ചയിൽ തുടക്കം മുതലേ ഞാൻ പറഞ്ഞത് എന്താണ്? ഇത് ആ കോടതി വിധി 2018 സെപ്റ്റംബർ 28 കോടതി വിധി നിലനിൽക്കുകയാണ്. പിന്നീട് ആ 2018 19 ശേഷം ആ വിധി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരിലെ ആരുമല്ല, NSSന്റെ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരാണ്. ഇത് കേൾക്കാത്ത ആളല്ലോ ഈ ഇപ്പൊ ഇരിക്കുന്ന അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ. അദ്ദേഹം ഇത് കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലോ ഈ പാനലിസ്റ്റ് ആയിട്ട്, അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് പറയുന്നത്, അങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമോ? നടപ്പിലാക്കിയില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആരാണ്? NSSന്റെ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. നടപ്പിലാക്കിയിട്ടില്ലെന്നേ. 2019 ശേഷം യുവതീ പ്രവേശന വിധി നടപ്പിലാക്കുന്നില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ നിലനിൽക്കുന്നത്. ആ നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അത് എല്ലാ വർഷവും കാണുകയാണ്. ഈ വർഷവും അത് തന്നെയാണ് കണ്ടത്. അത് കാണുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ കാണുന്ന അനേകർക്ക്, കാണുന്ന ലക്ഷങ്ങൾക്കറിയാം സംസ്ഥാന സർക്കാർ അതിനുശേഷം നടപ്പിലാക്കിയിട്ടില്ല. അപ്പൊ റീട്രേറ്റ് ചെയ്യുക മാത്രമാണ് NSS ജനറൽ സെക്രട്ടറി ചെയ്തത്. അതാണ് ചെയ്തത്. ചെയ്യുമ്പോ അങ്ങനെ ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ ജയിച്ച കേസാണ് എന്ന് പറഞ്ഞ് വീണ്ടും കയറ്റിക്കൊണ്ടേയിരിക്കണം. ഏതാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഏതായാലും സംസ്ഥാന സർക്കാർ അതിനുശേഷം 2019 ശേഷം യുവതീ പ്രവേശന വിധി ശബരിമലയിൽ നടപ്പിലാക്കാൻ കൂട്ടാക്കിയിട്ടില്ല.
ആ 2026 അതേ നിലപാടിലാണ് സംസ്ഥാന സർക്കാർ തുടരുന്നത്. അതാണ് ആ നിലപാടാണ് സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് അതിന്റെ കാര്യം. പിന്നെ സഭാസംഗമത്തിന്റെയും അയ്യപ്പ സംഗമത്തിന്റെയും കാര്യം താരതമ്യപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹം താരതമ്യപ്പെടുത്തേണ്ടതില്ല. പക്ഷെ ഞാൻ താങ്കളെ ഓർമ്മിപ്പിച്ച നീലിമേ, ഇതിങ്ങനെ പറയുമ്പോൾ നീലിമ ഓർക്കേണ്ട ഒരു കാര്യമാണ്. നീലിമ അടക്കം എല്ലാ മാധ്യമ പ്രവർത്തകരും ഓർക്കേണ്ട കാര്യമാണ് ഈ പമ്പാ സംഗമം. അതിന്റെ ഡാറ്റാസ് ഒക്കെ കിട്ടും, ഹിസ്റ്ററിയും കിട്ടും. ഇപ്പൊ അതുപോലെ ഇത് താരതമ്യപ്പെടുത്താൻ ഞാൻ പറഞ്ഞില്ല, ഹൈക്കോടതി തീരുമാനിച്ചോളൂ 27-ാം തീയതി. ഇതെന്താണെന്നുള്ളത് പിന്നെ 26-ാം തീയതി ഹൈക്കോടതി പറയട്ടെ. അദ്ദേഹം ഒരു പ്രാക്ടീസിംഗ് ലോയറാണല്ലോ, അദ്ദേഹത്തിന് അത് കൃത്യമായി അറിയാൻ കഴിയും. അദ്ദേഹത്തിന് വ്യക്തമായിട്ട് കൊണ്ടുവരുന്നതാണല്ലോ ഹൈക്കോടതി കാര്യങ്ങളുമായിട്ട്. അപ്പൊ അത് ഹൈക്കോടതി നിശ്ചയിക്കട്ടെന്ന്. ഹൈക്കോടതി നിശ്ചയിക്കും. നമ്മളെ ആയിട്ട് ഒരു ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്ന ഒരാവശ്യമില്ല. ഇനി ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ആ പല കാര്യങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം താങ്കളുടെ ചർച്ചയിൽ മറുപടി പറഞ്ഞു, അദ്ദേഹത്തിന്റെ ചർച്ചയിൽ മറുപടി പറഞ്ഞു. ഇന്ന് ഈ ചർച്ചയിൽ വീണ്ടും അത് തന്നെ മറുപടി പറഞ്ഞ് ചെറുകിട ചെറുപടമാക്കേണ്ട കാര്യം എന്താണുള്ളത്? ഇത് ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് പോകുന്ന കേസാണ്. അതെ, ഹൈക്കോടതി എന്ത് പറയും എന്ന് നമുക്ക് നോക്കാം. ഹൈക്കോടതി എന്ത് പറയുമെന്ന് നമുക്ക് നോക്കാം. തട്ടിക്കൂട്ടിയ ഓഡിറ്റ് റിപ്പോർട്ടാണെന്നാണ് ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അത്തരത്തിലൊരു നിലപാടല്ല. അദ്ദേഹം 8 കോടി രൂപയുടെ ചെലവ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് ചെല്ലേണ്ടതുണ്ട്.